അസ്സലാമലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുക്കറിൽ വെച്ചിട്ട് ചെയ്യുന്ന ലെയറോട് കൂടിയിട്ടുള്ള നല്ല മുരിഞ്ഞൊരു എഗ് പപ്സ് ആണ്. നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും അതേ പെർഫെക്ഷനിലും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഈ ഒരു വീഡിയോയിൽ തന്നെ പഫ് ഷീറ്റ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ സാധാ നമ്മുടെ വീഡിയോക്കാളും കുറച്ചൊരു ലെങ്ത് ഈ വീഡിയോക്ക് കൂടുതലുണ്ട്. മാക്സിമം ഞാനത് സ്പീഡാക്കാൻ പറ്റുന്ന ഭാഗങ്ങളിലൊക്കെ സ്പീഡാക്കിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ പപ്സിൻ്റെ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിലാണ് ഞാനിപ്പോൾ 1.5 കപ്പ് മൈദ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അളവ് കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് മൈദ ഇട്ട് കൊടുത്താൽ മതി. ഈ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കണം. സാധാ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ നല്ല മയത്തിൽ കുഴച്ചിട്ടെടുക്കുന്നത് ആ ഒരു രീതി തന്നെയാണ് കേട്ടോ പപ്സിൻ്റെ മാവ് കുഴച്ചിട്ടെടുക്കുന്നതും. അപ്പോൾ നല്ല മയത്തിൽ തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ മാവ് ഇപ്പോൾ ഇവിടെ നല്ല പോലെ തന്നെ നല്ല സോഫ്റ്റ് ആക്കി ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഈ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. ഈ മാവിനെ നമുക്ക് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അളവിൽ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. നെയ്ക്ക് പകരം നമുക്ക് ബട്ടർ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നെയ്യ് നമുക്ക് നല്ല പോലെ ഒന്ന് സ്മൂത്ത് ആക്കിയിട്ട് എടുക്കണം. ഇതുപോലൊരു വിസ്ക് വെച്ചിട്ടാണെങ്കിൽ ഒരു 4-5 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് നല്ല പോലെ തന്നെ നമുക്കിത് സ്മൂത്തായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇതുപോലൊരു ബീറ്ററിലാണെങ്കിൽ ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ കണ്ടില്ലേ നെയ്യ് ഇവിടെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് ഒരു 15 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ മാവ് വീണ്ടും ജസ്റ്റ് ഇതുപോലെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ചപ്പാത്തി പലകയിലോ കുറച്ച് മാവ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ മാവ് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കണം. റൗണ്ട് ആക്കിയിട്ടല്ല നമ്മളിത് പരത്തിയിട്ടെടുക്കേണ്ടത്. കുറച്ച് വലിപ്പത്തിൽ തന്നെ നീളത്തിൽ വേണം നമ്മളിതൊന്ന് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പരത്തുന്ന സമയത്ത് ഒരുപാട് കട്ടി കുറയാനും പാടില്ല. അത്യാവശ്യം നമുക്കൊരു കട്ടി ഇതിന് വേണം. അപ്പോൾ കണ്ടില്ല അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ഞാനിവിടെ നിന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടി ഉണ്ടാകണം കേട്ടോ നമ്മൾ പരത്തുന്ന സമയത്ത്. നമ്മൾ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ നെയ്യ് ഇനി ഇതിൽ നന്നായിട്ട് നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം. എല്ലാ സൈഡും നല്ല പോലെ ആകുന്ന രീതിയിൽ നെയ്യ് തൂത്ത് കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ നെയ്യ് തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു 2 സൈഡിൽ നിന്ന് ഇതിങ്ങനെ ഒന്ന് മടക്കിക്കൊണ്ടിരാം. ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ഈ ഒരു സൈഡിൽ നമുക്ക് വീണ്ടും ഇതുപോലെ നന്നായിട്ട് നെയ്യൊന്ന് തൂത്ത് കൊടുക്കാം. ഇതൊന്നും കൂടെ നമ്മൾ മടക്കിയിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈഡിൽ മാത്രം നമ്മൾ ഇതുപോലെ കുറച്ച് നെയ്യ് തൂത്ത് കൊടുക്കുന്നത്. വീണ്ടും ഈ ഒരു സൈഡ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം കൈ വെച്ചിട്ട് ചെറിയതായിട്ട് ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു മൂടി വെച്ച് ഞാൻ അടച്ചു കൊടുക്കുകയാണ്. ഇതൊരു 30 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇതൊരു 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ മാവ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് വീണ്ടും ഇതുപോലെ ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുത്തിട്ട് ആദ്യം നമ്മൾ ചെയ്ത ഒരു കട്ടിക്ക് തന്നെ നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ നീളത്തിൽ.
ഞാനിപ്പോൾ ഇത് വീണ്ടും ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ആദ്യം ചെയ്ത പോലെ തന്നെ ഇതിൽ നമുക്ക് നന്നായിട്ട് തന്നെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ രണ്ട് സൈഡ് മടക്കിയതിന് ശേഷം ഈ ഒരു സൈഡിൽ വീണ്ടും നെയ്യ് തൂത്ത് കൊടുക്കുകയാണ്. ഈ ഒരു സൈഡും കൂടെ മടക്കി എടുത്തതിന് ശേഷം മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിക്കൊണ്ടിരാം. ഇതിന് വീണ്ടും നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കുക. ശേഷം നമുക്കിത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. രണ്ടാമത് നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന സമയത്ത് 30 മിനിറ്റ് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. രണ്ടാമത് ഇതുപോലെ ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിലിരിക്കുന്ന ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഈ ഒരു പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഈ ഒരു സവാളയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാള നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാളയാണെങ്കിൽ ഇവിടെ നല്ല പോലെ തന്നെ നമുക്കൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരം നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പൊടികളുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 മീഡിയം വലിപ്പമുള്ള തക്കാളി ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തതാണിത്. അപ്പോൾ ഈ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റോളം നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. തക്കാളിയൊക്കെ ആണെങ്കിൽ ഇവിടെ നല്ല പോലെ തന്നെ നമുക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ആ വെള്ളമയൊക്കെ നല്ല പോലെ ഒന്ന് വറ്റിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കിയിട്ട് ഗ്രേവി എടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എങ്കിലും നമുക്ക് ആ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇതുപോലെ ആ വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റി വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചാറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഗ്രേവിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഗ്രേവിയൊക്കെ ഇവിടെ നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമേയും കാണാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കുക്കറിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ചെറിയൊരു പാത്രം ഇതുപോലെ നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വിസിലും പിന്നെ ഈ ഒരു മൂടിക്കുള്ളിൽ ഈ ഒരു റബ്ബറും നമ്മളെടുത്ത് മാറ്റേണ്ടതാണ്. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൂറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് അടിച്ചിട്ടെടുക്കുകയാണ്. വിസ്കിന് പകരം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചിട്ടെടുത്താലും മതി. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത് വീണ്ടും നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിരുന്ന മാവാണിത്. ഇതൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് വീണ്ടും നമുക്ക് ഈ പലകയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിൽ ഇതുപോലെ നീളത്തിൽ തന്നെ ഞാൻ ഇവിടുന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടി ഉണ്ടായിരിക്കണം കേട്ടോ നമ്മൾ ലാസ്റ്റ് ഇതുപോലെ പരത്തിയെടുക്കുന്ന സമയത്ത്. ഇനി ഇതിൻ്റെ ഒരു 2 സൈഡും കുറച്ചൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതുപോലൊരു കത്തി ഉപയോഗിച്ച് കറക്റ്റ് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം.
ഇതിൽ നിന്ന് നമുക്കൊരു 6 ഷീറ്റാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഏകദേശം ഒരേ വലുപ്പത്തിൽ നമുക്കിതുപോലെ രണ്ടായിട്ട് വീണ്ടും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ 6 പപ്സിൻ്റെ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 തവണ ഒന്ന് പരത്തി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്ന ഒരു സമയം മാത്രമേ ആവുന്നുള്ളൂ കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല പപ്സിൻ്റെ ഒരു ഷീറ്റ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 3 മുട്ട പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. ഞാനിപ്പോൾ ഇത് കുക്കറിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്, ഓവനിലും ചെയ്തിട്ടെടുക്കുന്നുണ്ട്. കുക്കറിൽ നമ്മൾ വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പായിട്ട് നമുക്കിതിൽ നന്നായിട്ട് തന്നെ നെയ്യ് തൂത്ത് കൊടുക്കാം. ഓവൻ്റെ ഈ ഒരു ട്രെയിൽ നന്നായിട്ട് തന്നെ ഞാനൊന്ന് നെയ്യ് തൂത്ത് കൊടുക്കുകയാണ്. ഇനി ഓരോ ഷീറ്റും എടുത്തിട്ട് നമ്മൾ അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ മുട്ട വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ 4 സൈഡിൽ ഞാൻ കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ 4 സൈഡും ഈ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഈ പാത്രത്തിലേക്ക് മാറ്റാം. വീണ്ടും ഓരോ ഷീറ്റും എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ മുട്ട വെച്ച് കൊടുക്കാം. 4 സൈഡും ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് ഒട്ടിച്ചുകൊണ്ടിരാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഒന്ന് അടിച്ചു വെച്ചിരുന്ന ഈ മുട്ടയുടെ ഈ ഒരു മിക്സ് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം. മുട്ടയുടെ മിക്സ് ഇതുപോലെ തൂത്ത് കൊടുക്കുന്നതിന് പകരം നമ്മൾ ആദ്യമേ അടിച്ചു വെച്ച ആ ഒരു നെയ്യ് തൂത്ത് കൊടുത്താലും മതി. മുട്ടയുടെ ആ ഒരു മിക്സ് തൂത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ നല്ല മുകളിൽ നല്ല മൊരിഞ്ഞിട്ട് പോലെ കിട്ടുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓവനിലേക്ക് എടുത്ത് വെക്കാണ്. നമ്മൾ ഓവനിൽ വെക്കുകയാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് നമ്മൾ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് എടുക്കുക. ആദ്യം നമ്മൾ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ് നമ്മളൊന്ന് ബേക്ക് ചെയ്യുക. വീണ്ടും 180 ഡിഗ്രിയിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒരു 15 മിനിറ്റും കൂടെ നമ്മൾ വെച്ച് കൊടുത്താൽ മതി. ഒരു 30 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഓവനിൽ നന്നായിട്ട് ബേക്കായി കിട്ടും. അഥവാ ഒരു 30 മിനിറ്റ് വെച്ച് നന്നായിട്ട് മൊരിഞ്ഞ് വന്നില്ലെങ്കിൽ ഒരു 5-10 മിനിറ്റും കൂടെ നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ നമുക്ക് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന കുക്കറാണിത്. ഇത് തുറന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് ആണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കേണ്ട സമയം. ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ കുക്കറിൻ്റെ ആ ഒരു വിസിലും റബ്ബറും എടുത്ത് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ മൊരിഞ്ഞ് നന്നായിട്ട് തന്നെ നമുക്കിവിടെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ പപ്സ്. ഇതിന് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വെളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഓവനിൽ വെച്ച് ഈ ഒരു പപ്സ് നല്ല പോലെ തന്നെ എനിക്കിവിടെ ബേക്കാക്കി കിട്ടിയിട്ടുണ്ട്. ഓവനിൽ എനിക്കൊരു 40 മിനിറ്റോളം എടുത്തു കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ കുക്കറിൽ എനിക്കൊരു 20 മിനിറ്റ് ആയപ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് ബേക്കാക്കി കിട്ടിയിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓവനിൽ വെച്ചതും നമ്മൾ കുക്കറിൽ വെച്ചതും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് നമുക്ക് മൊരിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. കുക്കറിൽ എനിക്ക് ഒരേ സമയം ഒരുപാടെണ്ണം വെച്ച് ബേക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഓവനിൽ ബാക്കി വെച്ചത്. ഓവനിൽ വെച്ചിട്ടല്ലാതെ കൂടുതൽ എണ്ണം നമുക്കിതുപോലെ ബേക്ക് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അടികട്ടിയുള്ള വലിയൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു വലിയ കുക്കറിലോ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അടപ്പിൽ ഹോൾ ഉള്ളതാണെങ്കിൽ ആ ഒരു ഹോൾ നമ്മൾ എന്തെങ്കിലും വെച്ച് അടച്ചു വെച്ച് കൊടുക്കണം. ആവി വെളിയിലേക്ക് പോകാതിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ അടച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പപ്സ് വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല മൊരിഞ്ഞിട്ടുള്ള നല്ല ലെയറോട് കൂടിയിട്ടുള്ള പപ്സ് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ അറിയിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലാ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.